അല്ലാഹുവേ പടച്ച റബ്ബേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ കടന്നു പോയാൽ നമുക്ക് ഖബറുണ്ട്, നമുക്ക് ഹിസാബുണ്ട്, നമുക്ക് മഅ്ശറയുണ്ട്, സിറാത്തുണ്ട്, എല്ലാം നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുമല്ലോ. ഒന്നും ഒരിക്കലും തന്നെ പടച്ചവനെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കടന്നു പോകുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹനെ കുറിച്ച് പറയുമ്പോ, റസൂലിനെ കുറിച്ച് പറയുമ്പോ, വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓതി പറയുമ്പോ, അല്ലാഹുവേ ഇതെല്ലാം ഒരു സമയത്തെ മണ്ടത്തരങ്ങളാണ്, ചില ആളുകൾ വിളിച്ചു പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവഹേളിച്ചിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ. മോനെ വേണ്ടടാ, ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. ഇതെല്ലാം തിരിച്ചറിയുന്ന സമയം നമുക്ക് വരാനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പടച്ച റബ്ബേ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു സിനിമാ നടന് സലീം കുമാർ അവിടുന്ന് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ ഞാൻ കേട്ടു. പടച്ചവനെ സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും അതിലൂടെ ഒഴുകുന്ന പാലരുവികളെ കുറിച്ചും തേനരുവികളെ കുറിച്ചും അല്ലാഹുവേ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്നത് പടച്ച റബ്ബേ നമ്മളെ എല്ലാവരും കണ്ടതാ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇവിടെ നിന്ന് പടച്ചവനെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മോനെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പുറവും ഈ ലോക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, റസൂലിനെ കുറിച്ച് പറയുമ്പോ എത്രയോ ആളുകളാണ് കളിയാക്കിയിട്ടുള്ളത്, അവിടുന്ന് കുറ്റപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആനിനെ അവിടുന്ന് അവഹേളിച്ചിട്ടുള്ളത്. ഇവരെല്ലാം സങ്കടപ്പെട്ടൊരു സമയമുണ്ട് മോനെ, എല്ലാം തിരുത്തി പറഞ്ഞൊരു സമയമുണ്ട് മോനെ. ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലോ ഫിർഔൻ അവിടുന്ന് ചെങ്കടലിൽ മുങ്ങിക്കിടന്നപ്പോ അവൻ പറഞ്ഞല്ലോ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കാ, നരകമുണ്ട്, സ്വർഗമുണ്ട്, എല്ലാമുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കെഞ്ചിയിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് എത്ര വലിയ അഹങ്കാരം കൊണ്ട് നടന്നവനാണെങ്കിലും അവസാന സമയത്ത് അവനും പറയുമല്ലോ, സ്വർഗമുണ്ടായിട്ടുണ്ട്, നരകമുണ്ടായിട്ടുണ്ട്, എല്ലാമുണ്ട്. അല്ലാഹ് തന്നെ പറയുന്നുണ്ട്, റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ദുനിയാവിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോ നിഷേധിച്ച ആളുകള് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ അവരിങ്ങനെ മുറുമുറുക്കുകയാണ്, പിറുപിറുക്കുകയാണ്. അവര് പറയുകയാണ്, ഇതുണ്ടായിരുന്നോ, നരകമുണ്ടായിരുന്നോ, സ്വർഗമുണ്ടായിരുന്നോ? പടച്ചവനെ ഇതെല്ലാം ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു തന്നപ്പോ, മൈക്ക് കെട്ടിയിട്ട് ഉസ്താക്കന്മാര് വഅദ് പറഞ്ഞപ്പോ, പ്രവാചകരെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ, പടച്ചവനെ ഞങ്ങൾ നിഷേധിച്ചവരാണ് അല്ലാ, ഞങ്ങൾ നിഷേധിച്ചവരാണ് അല്ലാ. പക്ഷേ ഞങ്ങൾ ഇവിടെ ഖബർ കണ്ടു അല്ലാ, സ്വർഗം കണ്ടു അല്ലാ, നരകം കണ്ടു അല്ലാ, മഅ്ശറ കണ്ടു അല്ലാ, സിറാത്ത് കണ്ടു അല്ലാ. ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവിടുന്ന് പൊട്ടിക്കരയുകയാ, അവരവിടുന്ന് വിലപിക്കുകയാണ്. അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പടച്ചവനെ ഇതെല്ലാം ഞങ്ങൾ കണ്ടു അല്ലാ. അതുകൊണ്ട് അവിടുന്ന് പറയുകയാ, വസ്മിഅനാ ഫർജിഅനാ വബ്ശിർനാ വസ്മിഅനാ ഫർജിഅനാ. പടച്ചവനെ ഇതെല്ലാം ഞങ്ങൾ കണ്ടു അല്ലാ, ഞങ്ങൾക്ക് മനസ്സിലായി അല്ലാ, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് മടക്കുമോ അല്ലാ? ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം അല്ലാ, നിന്റെ പ്രവാചകരില്, നിന്നില്, ഖുർആനില്, മലക്കുകളില്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിക്കാമല്ലാ എന്നവിടുന്ന് ജനങ്ങള് പറയുമെന്ന്, എന്നവിടുന്ന് ശത്രുക്കള് പറയുമെന്ന്, നിഷേധിച്ചവര് പറഞ്ഞിട്ട് വിലപിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മോനെ അതുകൊണ്ട് വിഷമിക്കണ്ട, പൊന്നു മോനെ നീ ഒന്ന് മനസ്സിലാക്ക്, നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, റസൂലിൽ വിശ്വസിക്കുന്ന, തലയിൽ തൊപ്പി വെച്ച, താടി വെച്ച ഏതെങ്കിലും ഒരാൾ മറ്റു മതസ്ഥരെ കുറിച്ച് കളിയാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ ബഹുമാനിക്കണേ, അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, ഓലെ ബഹുമാനിക്കണം. ആരാധ്യ വസ്തുക്കളെ, ആരാധനാലയങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണേ. അവരുടെ ഒരു ആരാധനാലയത്തിന്റെ മുറ്റത്ത് നിന്നൊരു പുലി മണ്ണ് പോലും നിങ്ങൾ വാരിയെടുക്കരുതെന്ന് അല്ലാഹുവേ പരിശുദ്ധ ദീന് പഠിപ്പിച്ചിട്ടുണ്ട് മോനെ. അതനുസരിച്ച് ദീനിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു മതത്തെയും കുറ്റപ്പെടുത്തൂല. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ആ വാക്ക് ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മുസ്ലിമാര് മനുഷ്യന് ഏതോ ഒരു മോനെ ആര് സംസാരിക്കുന്നുണ്ട്, സ്വർഗത്തിന് ഇത്രക്ക് റൂമുണ്ട് തരേ, സ്വർഗത്തിന് ഇത്രക്ക് വലിയ വിസ്താരം ഉണ്ട് തരേ എന്നൊക്കെ കളിയാക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോ പഠിച്ചവനെ നെഞ്ചു പൊട്ടിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഒരു മതത്തെ കുറ്റം പറയാനോ മതത്തിന്റെ പണ്ഡിതന്മാര് അവരുടെ പുരോഹിതന്മാർ പറയുന്നതിനെ എതിർക്കാനും നമ്മൾ ആരും അർഹരല്ല. അതുകൊണ്ട് ഒരാളും ആ പണിക്ക് നിൽക്കരുത്. എന്റെ പ്രിയമുള്ളവരെ, നാളെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് നിഷേധിച്ചവൻ നാളെ അള്ളാഹിന്റെ മുമ്പിൽ ഖേദിക്കുന്ന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. നാളെ അള്ളാഹിന്റെ മുമ്പിൽ ഖേദിക്കും. എന്നിട്ട് പരത്തര പഠിച്ചവനെ ഞങ്ങളൊന്ന് മടക്കിക്കൊണ്ട, ഇനി ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, ഇനി ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കെഞ്ചി കൊണ്ട് അവിടുന്ന് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, നമ്മുടെ നന്മയിലാക്കട്ടെ. അള്ളാഹു തആല നല്ലത് പറയാനും കേൾക്കാനും ചിന്തിക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ.